ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യണത് സർവൈവൽ വേൾഡ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. സർവൈവൽ വേൾഡിൽ നമ്മൾ ഇന്നലെ നിർത്തിയത് അയൺ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊന്ന് അയൺ മൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലീവ് ചെയ്തു. ഞാൻ എന്നിട്ട് അടുത്തിടെ പറഞ്ഞിരുന്നു അയൺ മൈൻഡ് ചെയ്യണം, അവിടെ ഇരിക്കും ഞാൻ പറയണത് തിരിച്ച്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഗൈസ്, എനിക്ക് വുഡില്ല. വുഡ് വേണം അയൺ മൈൻഡ് ചെയ്തിട്ട് ഷീൽഡ് ഉണ്ടാക്കാം. അപ്പം ഞാൻ മുകളിലോട്ട് എന്തായാലും ഒന്ന് പോകാൻ നോക്കും. എൻ്റെ അമ്മേ, അയ്യോ ചത്ത്. അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ അടി അടക്കുമ്പോൾ കുറച്ച് ബ്ലോക്ക് കളക്ട് ചെയ്തിട്ട് ഇതുവഴി പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പറ്റുമോ? ഇതെന്തുവാ ഇങ്ങനെയൊക്കെ ഉണ്ടാവും? അത് ശരി. അപ്പോൾ നമുക്കിവിടെ അല്ലേ മൈൻഡ് ചെയ്യുമോ? ഇവിടെ ഫുൾ ഇവിടെ മൈൻഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് മോളിൽ പോയിട്ട് തിരിച്ച് വുഡ് എടുത്തോണ്ട് വന്നിട്ട് നമുക്ക് അയൺ എടുക്കാം. അത് കഴിഞ്ഞ് അയണൊക്കെ സ്മെൽറ്റ് ചെയ്ത് ഇതുണ്ടാക്കി എനിക്ക് അയൺ ആർമർ പോലും വേണമെന്നില്ല ആക്ച്വലി. എനിക്ക് ഷീൽഡാണ് മെയിൻ. ആ ഷീൽഡ് ഉണ്ടെങ്കിൽ ഒന്ന് താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റുമായിരുന്നു, അതാണ്. അപ്പോൾ ഇപ്പോഴത്തേക്ക് നമുക്കൊന്ന് ഡേർട്ട് വെച്ച് മുകളൊക്കെ ബാക്കി കോബിൾ സ്റ്റോൺ. ഇപ്പോൾ താഴോട്ട് ഒരു പാസേജ് ഉണ്ട്, അപ്പോൾ അത് വെച്ച് പോവാം. കോബിൾ സ്റ്റോൺ ഞാൻ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തേക്കാം എഡിറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലോട്ട്, അല്ലെങ്കിൽ ഞാൻ ജീവിതം എനിക്ക് മടിയാണ് ഗൈസ്. പിന്നെ പാർട്ട് 1 പോയി കാണണം എന്തായാലും. കണ്ടിട്ടില്ലെങ്കിൽ അതിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല, ജസ്റ്റ് ഒരു കൈൻഡ് ഓഫ് എ വേൾഡ് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയാം. പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്തില്ല വീഡിയോയിൽ, അതുകൊണ്ട് പോയി കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്കെന്ത്. അല്ല, എനിക്കെന്താ, നിങ്ങൾ കണ്ടേ പറ്റൂ. പോയി ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. നമ്മൾ 71 സബ്സ്ക്രൈബേഴ്സായി. പിന്നെ ആ വീഡിയോ എത്ര 21 മണിക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ എന്തോ 98 വ്യൂസോ എത്രയോ വ്യൂസ് കിട്ടി, 80 സംതിങ് വ്യൂസ് കിട്ടി. എന്തായാലും നിങ്ങളത് പോയി കാണണം. എത്രയോ എന്തോ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ലാസ്റ്റ് നോക്കിയത്. പക്ഷേ അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പോയി കാണണം, ലൈക്ക് ചെയ്യണം. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിലിടാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പുതിയ ഹാർഡ് കോർ വേൾഡിൻ്റെ വീഡിയോ ഇരിക്കണം, ഫസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ അതിന് വേണ്ടി കാത്തിരിക്കുക. വേറെ ഒന്നും പറയാനില്ല. ഇപ്പം നമ്മൾ ബെഡ് ഉണ്ടാക്കാൻ പോവാണ്. ഇത്രയൊക്കെ മതി വുഡ്. ബെഡ് കിട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മളിവിടെ സർവൈവ് ചെയ്യാൻ പോവാണ്. ഡേയ്സ് ഓൾറെഡി പ്ലേഡ് 1 ആയി, കുഴപ്പമില്ല. ഇപ്പോൾ ഡേയ്സ് പ്ലേഡ് 2 ആവും. ഗൈസ് നമ്മൾ 2 ദിവസമായി ഗൈസ് ഈ വേൾഡിൽ വന്നിട്ട്. ഈ വേൾഡ് സർവൈവ് ചെയ്തിട്ട് 2 ഡേയ്സ്, 2 എൻറ്റയർ ഡേയ്സ് ആയി ഗൈസ്. 2 ദിവസം. നമ്മൾ സീനാണെന്നറിയാലോ ഗൈസ്, നമ്മളത്രേ ഉള്ളൂ. നമ്മൾ ഏതാ ഗൈസ്? എന്തായാലും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഡോണ്ട് ഫോർഗെറ്റ്. ലിറ്ററലി ഇമ്പോർട്ടൻറ്റ് എവറി MC യൂട്യൂബർ. ഇതെന്ത് ചാവൂലേ? ചത്ത്. ഇവിടെ എവിടെയല്ലേ കേവ്? അതെ. ഇനി എന്തോ എൻ്റെ അമ്മേ. അപ്പം ഇവിടെ അടുത്തെന്തോ വില്ലേജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സോംബി വില്ലേജേഴ്സും തന്നെ ഉണ്ട്. നമുക്ക് മൈൻഡ് ചെയ്തിട്ടൊന്ന് അവർ വരണ ഡയറക്ഷനിൽ പോയി നോക്കാം. അപ്പം കിട്ടുമല്ലോ, അവരുണ്ടായില്ല എന്നറിയാൻ പറ്റും. അതുകൊണ്ട് മൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് നോക്കാം. എനിക്ക് എല്ലാ കോബിൾ സ്റ്റോണും തിരിച്ചു വേണം, അല്ലെങ്കിൽ ഞാൻ സീനാ ബെസ്റ്റ്. ഈ 2 സാധനങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കണത്? വേറെ പണിയില്ലേ? ഇപ്പം ഞാൻ താഴോട്ട് പോയാൽ ഞാൻ ചാവും. ലോണ്ടത് ആ സ്കെലിട്ടൺ അവിടെ നിൽപ്പുണ്ട്. കണ്ട് ചത്തില്ല. ആ അയണൊക്കെ വേണം നമുക്ക്. പക്ഷെ ഇപ്പം താഴോട്ട് എങ്ങനെ പോകും? ഓക്കെ, ഇതുവഴി മൈൻ ചെയ്ത് പോകാൻ പറ്റുമോ നോക്കട്ടെ. അപ്പം അതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ പോയി വീഴും നമ്മൾ. സോ അത് എൻ്റെ അമ്മേ. ഓക്കെ, ബ്രേസ് ഫോർ ഇമ്പാക്ട് ഗൈസ്. യാ പോ, ചാവ്.
ചാവ്. യെസ് ഗൈസ്, നമ്മൾ കൊന്നു. നമ്മൾ സീൻ അല്ല, ഞാൻ സീൻ. ഏതാ നമ്മൾ കൊന്നു ഗൈസ്. നമ്മുടെ ഫസ്റ്റ് തീയിലല്ലാത്ത ഒരു സാധനത്തിന് നമ്മൾ കൊന്നു, മോബിനെ. ഇവിടെ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ആ ക്രീപ്പർ ഒഴിച്ച് ഇവിടെ ഒരു ടോർച്ച് വയ്ക്കാം. ഇവിടെ ആയിരുന്നില്ലേ അയ്യൻ? അതെ, അവിടെ. ഇവിടെ ഡ്രോപ്പ് ചെയ്യാം കോബിൾ സ്റ്റോൺ. പിന്നെ ഗൈസ്, എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ ബെഡ് റോക്ക് സെർവേഴ്സ്, എനിക്ക് എൻ്റെ അറിവിൽ ആർക്കും ഇഷ്ടമില്ല സെർവറുകൾ, പക്ഷെ ഞാൻ ബെഡ് റോക്ക് സെർവേഴ്സിൽ കളിക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈവ് നിങ്ങൾക്കറിയാം, ചിലവർക്കറിയായിരിക്കും ഹൈവിനെയൊക്കെ പറ്റി, പക്ഷെ ഞാൻ ആ സെർവറിലൊക്കെ കളിക്കാൻ പോവാം. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് വിടണമെന്നുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിലിടുക. ഹൈവ് പിന്നെ വേറെ ഒന്നുമില്ല പറയാൻ. നമ്മളെന്തായാലും അടി വരെ എത്തി. ഇവിടെ ടോർച്ചൊക്കെ എത്തിയേക്കാം. ലെറ്റ് ദെർ ബി ലൈറ്റ്. അടി വരെ എത്തുക. ഇവിടെ ഒരിടത്ത് എത്തൂലേ. എന്തായാലും ഇവിടെ ഡ്രോപ്പ് ചെയ്യാം, താഴെ വീഴാം. ഇഷ്ടം മൈൻഡ് ചെയ്ത് താഴെ വീഴും. ഇതും കൂടെ ഉള്ളു ബാക്കി. ഓക്കെ, അയൺ കിട്ടി. അപ്പം തന്നെ സ്മെൽറ്റ് ചെയ്തിട്ട് അയൺ ഷീൽഡ് ഉണ്ടാക്കാം. ദാറ്റ്സ് വൺ തിങ്. ഷീൽഡ് ഉണ്ടാക്കാം. എന്നിട്ട് ബാക്കി അയണൊക്കെ മൈൻഡ് ചെയ്യും. അതൊക്കെ മൈൻഡ് ചെയ്യാം. ഇവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു ക്രീപ്പറായിരുന്നു, അതിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ ഇരിക്കണം. ഞാൻ എന്തായാലും അയൺ സ്മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഒരയൺ സ്മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ തുറക്കാൻ പോവാ. ഇതെന്ത് വർക്കാവണില്ലേ? ടച്ചൊക്കെ പോയാ? ഓ, ഞാൻ ക്രൗച്ചിങ് ആയിരുന്നു. ഓക്കെ, നമ്മുടെ അയൺ സ്മെൽറ്റ് ആയിട്ടുണ്ട്. ഷീൽഡ് റെഡി. ഓക്കെ, ഞാൻ ഷീൽഡ് ഉണ്ടാക്കി. ഇനി താഴെ ഇറങ്ങാൻ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റും സ്വന്തമായിട്ട്. ഒരു അയൺ പിക്കാക്സ് ആണ് എൻ്റെ മെയിൻ ഗോൾ. അപ്പോൾ അത് കിട്ടിയാൽ ഒന്ന് ലൈഫ് ജിങ്കാലല്ല. അവിടെ ഒരു സ്പൈഡർ ഉണ്ടായിരുന്നു. പിന്നെ എവിടുന്നോ ഒരു ബോയിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. ദേ സ്വന്തം ബോയിന്ന് ചാവണം മോമാണ്ടാൻ. ചത്തു. ഓ, ബോ കിട്ടി. സെറ്റ് മോനെ. പൊട്ടിയതാണെങ്കിൽ എന്താ, വെടിവെച്ചിടാലോ. ഹോക്കൈ ആവാം നമുക്ക്. അതെ, ഇവിടെ അയണുണ്ട്. എൻ്റെ അമ്മേ. ഓ, എൻ്റെ അമ്മ ഗൈസ്, 3 സോംബി. ഇവിടെ ചാവാ ചാൻസ് ഉണ്ടേ. ഒരെണ്ണം ചത്ത്, മറ്റേതും ചത്ത്. ഗൈസ്, ദേ എൻ്റെ മോനെ, നമ്മൾ 3 എണ്ണത്തിനെ കൊന്നു. മിക്കവാറും ആ ഷീൽഡിൻ്റെ പകുതി ഹെൽത്തും പോയി കാണും അതിന്ന്. എൻ്റെ അമ്മ, ഞാൻ വിചാരിച്ചു ഇപ്പം ചത്ത എല്ലാം തീർന്നെന്ന് വിചാരിച്ചതാ. പക്ഷേ ഞാനൊരു പ്രോ പ്ലെയർ ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. എൻ്റെ അമ്മ, എന്തായാലും അത് താഴെ വീണ ചത്ത കിടന്നോളും, അത് കുഴപ്പമില്ല. താഴെ വീണതെന്ന് തോന്നി ചത്തു. നമുക്ക് ഇങ്ങോട്ട് അടിയിലോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സൈൻസ് ഓഫ് റെഡ് സ്റ്റോൺ ആണ് ഗൈസ്. സീൻ. അതെ, ക്രീപ്പർ. പോയി ചത്തൂടി. തനിയെ ചത്തു. ഗൈസ്, ആ ബ്ലാസ്റ്റിംഗ് ബീൻ്റെ വീഡിയോ ഇരുന്ന് കാണണം ഗൈസ്, പ്ലീസ്. പിന്നെ അവന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, പാവം കൊച്ചാണ്. എടാ, ഈ സ്കെലിട്ടൺ വീഡിയോ ചെയ്യടാ. നൈസ്. ഏതെങ്കിലും ഒരെണ്ണം ഇപ്പം ചാവും. ഒരെണ്ണം ചത്തേ, മറ്റേതും ചത്തു. ഓ, ഹെൽമെറ്റ് കിട്ടി. സീൻ. ഹെൽമെറ്റ് കിട്ടി. ബോയ്.
ഇത് കണ്ട ഗൈസ്, ഞാൻ വരെ എത്ര ബോയാണ് വേസ്റ്റ് ചെയ്തതെന്ന് കണ്ടു. നിങ്ങൾ കണ്ടു എൻ്റെ ബ്രില്യൻസ്, എൻ്റെ ബുദ്ധി കണ്ടു ഗൈസ്. ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇത് ഫസ്റ്റ് എപ്പിസോഡിൽ അല്ല സെക്കൻഡ് എപ്പിസോഡിൽ തന്നെ ഡയമണ്ട് കിട്ടാൻ. ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, തപ്പാം. ഈ കേവ് അത്യാവശ്യം ഡി പി പോകില്ലെന്നാണ് തോന്നണത്. പക്ഷേ നമുക്ക് എന്തായാലും അയൺ ആർമറിന് വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ എല്ലാവരും വീഡിയോ ഫുൾ ഇരുന്നാണോ എൻ്റെ അമ്മ. വെറുതെയാണ് ഞാൻ പറഞ്ഞത് ഈ കേവ് അത്ര ഡീപ്പ് പോകില്ലെന്ന്. ചുമ്മാ എന്തിനാ. എൻ്റെ ഷീൽഡ് ഇപ്പോൾ പൊട്ടു കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ. എന്തായാലും നമുക്ക് താഴ്ത്തു പോവാം. ഫുൾ ബ്രൈറ്റ് ഇല്ലല്ലോ. എന്തായാലും ഒരു നാച്ചുറൽ മൈൻക്രാഫ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ നിങ്ങൾക്ക്. മോഡൊന്നും ഇല്ലാത്തൊരു മൈൻക്രാഫ്റ്റ് എക്സ്പീരിയൻസ്. നോ മോഡ്, നോ നത്തിങ്, ജസ്റ്റ് നാച്ചുറൽ മൈൻക്രാഫ്റ്റ് വിത്ത് ടോർച്ചസ്. പക്ഷേ ശരിക്കും പറയല്ലേ, എനിക്ക് ഇപ്പോഴത്തെ അയൻ്റെ ടെക്സ്ചർ എനിക്ക് ഇഷ്ടമേ അല്ല, കൊള്ളൂല. അത് പഴയ അയണിൻ ഡയമണ്ടിൻ്റെ ടെക്സ്ചർ മാത്രം അവർ മാറ്റിയിട്ടില്ല പഴയതിൽ നിന്ന്. പക്ഷെ പിന്നെ വേറെ എന്ത് എനിക്കൊന്നും പറയാനില്ല. നമ്മൾ അത്യാവശ്യം അയൺ കണ്ടുപിടിക്കണുണ്ട് കേട്ടാ. ഇതൊന്ന് മൈൻഡ് ചെയ്യട്ടെ ഗൈസ്. നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ എല്ലാം കണ്ടോ? ഞാൻ പുതിയതായിട്ട് കണ്ട സിനിമ പൊന്മാനായിരുന്നു. അടിപൊളി സിനിമ, നല്ല സിനിമയായിരുന്നു, പ്രത്യേകിച്ചൊന്നും പറയില്ല. നൈസ്. ഇപ്പം നമ്മൾ എവിടെയാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടാ. ചോദിക്കരുത് എവിടെയാണെന്ന്. കേവിനകത്താണെന്നറിയാം. ഓ ചാടാ. ഹയ്യ ചത്തു. ചാവൂല അത് പേടിക്കണ്ട, ചാവൂല. ഞാൻ സീനാണെന്നറിയാലോ. എൻ്റെ മോനെ, വലിയ കേവിലോട്ട് ഓപ്പണിങ്, വലിയ കേവ് അലേർട്ട്. എൻ്റെ അമ്മ, കോംബോ ഓഫ് ദ ഇയർ. ഓക്കെ, ഈ അയണും കൂടെ എടുത്തിട്ട് നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ തുടങ്ങാം. അത് കഴിഞ്ഞ് അയൺ ആർമർ ഉണ്ടാക്കിയിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരാം ഗൈസ്. ഈ വലിയ കേവിലോട്ട് പോകാൻ. അന്ന് ഓൾറെഡി വലിയ വീഡിയോ ആയി തുടങ്ങി എന്ന് തോന്നുന്നു. ഞാൻ അത്യാവശ്യം നേരം റെക്കോർഡ് ചെയ്യണുണ്ട്. അതുകൊണ്ട് ഇതേ കണ്ട ഗൈസ്, നല്ല വലിയ കേവ്. അപ്പോൾ അടുത്ത വീഡിയോ ഫുൾ ബ്രൈറ്റും കൊണ്ട് വന്നാൽ സീനായിരിക്കും. ഇതേ ഡയമണ്ട് അല്ല, ലാപ്പീസ് ആണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഗൈസ്, ലാപ്പീസ് ആണെന്ന് തോന്നുന്നു, അറിയില്ല. എന്താണെങ്കിലും ഇവിടെ എന്തായാലും ഡയമണ്ട് കിട്ടും അടുത്ത എപ്പിസോഡിൽ, ഉറപ്പാണ്. അപ്പോൾ നമുക്കിവിടെ സ്മെൽറ്റൊക്കെ ഒന്ന് സ്മെൽറ്റൊക്കെ ചെയ്ത് വയ്ക്കാം. 27 ആയതുകൊണ്ട് ആർമർ കിട്ടും. അത്യാവശ്യം ആർമറൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എന്ത് വേണോ ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ. അപ്പോൾ ബൈ. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.